പിടികിട്ടി. പക്ഷേ അവര് വെറുതെ ഇരിക്കോ? ആര്? ജയശങ്കറോ? അയാൾ എന്ത് ചെയ്യാനാ? ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നേരത്തെ ചെയ്യുമായിരുന്നില്ലേ? അത് തീർന്നു കഴിഞ്ഞു കൈമളെ. ഇനി എന്റെ കയ്യിന്ന് ആ വീട് തിരിച്ചു പിടിക്കാനൊന്നും അയാളെ കൊണ്ട് സാധിക്കില്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഒരു സ്ഥലത്ത് കാല് വെച്ചാ പിന്നെ ആ സ്ഥലവും കൊണ്ടല്ലേ പോരൂ. അതാണല്ലോ മേഡത്തിന്റെ രീതി. ഇവിടെ ഞാനത് തെറ്റിച്ചിട്ടില്ലല്ലോ. ഇല്ല. മോഹിക്കുന്നത് മുഴുവൻ സ്വന്തമാക്കണം. കുട്ടിക്കാലം മുതലുള്ള എന്റെ ഒരു വാശിയാണത്. അങ്ങനെ ഒരു വാശിയുള്ളത് കൊണ്ടാ കൈമളെ ഞാൻ ഇവിടം വരെ എത്തിയത്. ആരും എന്നെ സഹായിച്ചിട്ടില്ലെന്നറിയാലോ. സ്വന്തം പരിശ്രമം കൊണ്ടാ തങ്കച്ചി ഇന്ന് കാണുന്ന മുഴുവനും നേടിയത്. ശത്രുക്കളെ ഒതുക്കിയും സന്ധി ചെയ്യേണ്ടവരോട് സന്ധി ചെയ്തും അനുസരിക്കേണ്ടവരെ അനുസരിച്ചും തന്നെയായിരുന്നു തങ്കച്ചിയുടെ യാത്ര. എനിക്ക് ആരോടും പ്രത്യേകിച്ച് സ്നേഹമോ പകയോ ഇല്ല. എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച സമയത്തിന് തിരിച്ചു തന്നിരിക്കണം. ജയശങ്കറിന് അത് പറ്റിയില്ല. അതിന് ഞാനാണോ കുറ്റക്കാരി? അയാള് സമയത്തിന് പണം കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ആ വീട് സ്വന്തമാക്കില്ലായിരുന്നു. ഇനി കൊണ്ടുവന്നാലോ? എങ്ങനെ കൊണ്ടുവരാൻ? എവിടെ നിന്ന് കൊണ്ടുവരാൻ? അല്ല, പ്രമാണിമാരായിരുന്നല്ലോ അവര്. ആ വഴിക്ക് എവിടെന്നെങ്കിലും പണം വന്നാലോ? വരുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അഥവാ വന്നാലും അപ്പം നോക്കാം. തിരിച്ചു കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല തങ്കച്ചിക്ക്. ഇന്നു മുതൽ അതെന്റെ വീടാ. അതെന്ത് ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കാം. ഈ ഞാൻ